ഈ തച്ചന്മാരാണ് പണ്ട് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ചുവട് താങ്ങുന്നതിന് വേണ്ടിയുള്ള മുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറെ കാളവണ്ടി, കുതിരവണ്ടി ഒക്കെ രണ്ട് കുതിരയും രണ്ട് കാളയും ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ കഴുത്തിന്റെ മുകളിൽ വെക്കുന്ന ആ ഭാരമേറിയ കനമേറിയ ആ കമ്പിന്റെ പേരാണ് ഈ നുകം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിന് പുറകിൽ വെക്കുന്ന സകല ഭാരവും ഈ മൃഗത്തിന്റെ മുകളിൽ വരുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഈ നുകം എന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ തച്ചനായിരുന്ന യേശു കർത്താവ് ഉണ്ടാക്കിയിരുന്ന നുകങ്ങൾ, മൃഗങ്ങളെ വേണ്ടി ജോലി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ നുകം, യഥാർത്ഥത്തിൽ ഒരു തച്ചൻ ഉണ്ടാക്കിയിരുന്ന നുകം അത് ലഘുവായിരുന്നു, വളരെ പ്രസിദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ കഴിയുന്നതുമായിരുന്നു. അതിന്റെ കനം ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. കനം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് ഭാരം വഹിക്കുവാനായിട്ട് സാധ്യമായി തീരത്തില്ല. അപ്പോൾ അതിന്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് ഉണ്ടാക്കിയ നുകം ഒരുപാട് പ്രസിദ്ധമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യേശു കർത്താവ് പറയുന്നത്, എന്റെ നുകം, ഞാൻ ഉണ്ടാക്കിയ നുകം അത് ലഘുവായതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ സകല ഭാരങ്ങളും നിങ്ങൾ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കായി നൽകിയിരിക്കുന്ന ക്രൂശിന്റെ നുകം എന്ന് പറയുന്നത് വളരെ ലഘുവാണ്. കാരണം ആ ലാഭം അതിനുവേണ്ടിയാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് മരിച്ചത്. ഇത്രയും പീഡനങ്ങൾ ഏറ്റുകൊണ്ട്, നിന്ന സഹിച്ചുകൊണ്ട്, തുപ്പലേറ്റുകൊണ്ട് മരിക്കുവാനായിട്ട്, ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടൊക്കെ ഇടയായിരുന്നു. അങ്ങനെ കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് ക്രൂശ് രക്ഷയുടെ മാർഗമാകുന്നത്. ക്രൂശ് ലഘുവായിരിക്കുന്ന നുകമായി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിലാണ് നമ്മൾ ജനിച്ചിരുന്നത് എങ്കിൽ നമുക്ക് ഇനി ദേവാലയത്തിൽ ഇരിക്കുവാനായിട്ട് കഴിയത്തില്ല. യേശു കർത്താവിന് മുമ്പ് നമ്മൾ ജനിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇരിക്കുവാൻ കഴിയത്തില്ല, ഈ ദേവാലയത്തിൽ കടന്നു വരുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ എത്രയോ സ്വാതന്ത്ര്യത്തോടു കൂടെയാണ് ഈ ദേവാലയത്തിൽ നിൽക്കുന്നത്. നമുക്ക് ദൈവത്തിനെ നേരിട്ട് വിളിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇത് എല്ലാം ദൈവം തരുന്ന നുകത്തിന്റെ ലഘുത്വമാണ്. ദൈവത്തിനോട് നേരിട്ട് നമ്മുടെ ഭാരങ്ങളെ ഏറ്റു പറയുന്നതിന്, ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതിന്, സംസാരിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, അവന്റെ ശബ്ദം കേൾക്കുന്നതിന്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ എത്ര ഭാരമേറിയതാണ് എങ്കിലും അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുന്നതിന് വേണ്ടിയുള്ള സാവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തകർന്നു പോകാവുന്ന ഭാരം നമ്മുടെ മുകളിൽ ഇരിക്കേണ്ടതായിരുന്നു. പല നുകങ്ങളും നമ്മളെ തകർത്ത് കളയേണ്ടതാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് പോലും അവസരം ഒരുക്കാതിരിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം നമ്മളോട് പറഞ്ഞു, മകനെ, മകളെ, നിന്റെ ഭാരം എന്റെ മുകളിലേക്ക് വെച്ചു. ഞാൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതാണ്. ഞാൻ നിനക്ക് വേണ്ടി രക്ഷ നൽകിയവനാണ്. ഞാൻ പിന്നെ എന്തിനാണ് നിന്നോട് ചേർന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും ആവശ്യങ്ങളെയെല്ലാം അവന്റെ മുമ്പിലേക്ക് വീണ്ടും വെക്കുവാനായിട്ടാണ് ഈ വർഷത്തിന്റെ അവസാനം നമ്മളോട് പറയുന്നത്. ഇത്രയും നാളും ഒരു വർഷം നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. പലപ്പോഴും പലതും നമ്മുടെ ഉറക്കങ്ങളെ കെടുക്കുന്നുണ്ടായിരിക്കും. പല സ്ട്രെസ്സും നമ്മുടെ ഉറക്കങ്ങളെ കെടുക്കുന്നുണ്ടായിരിക്കാം. അവിടെയും ദൈവം നമ്മളോട് പറയുന്നു. ഒന്നാം പാഠം വായിച്ചപ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഫിലിസ്ത്യർ യുദ്ധം ചെയ്യാൻ വരുന്ന ഭാഗമാണ് വായിക്കുന്നത്. അവന്റെ ജനങ്ങളെല്ലാം ഈ ശമൂവേലിനോട് വന്ന് കരയുകയാണ്, അവന്റെ ഭാരം പറയുകയാണ്. ഇവരെ എങ്ങനെ ഇവരുടെ മേൽ ജയം നേടുവാനായിട്ട് സാധിക്കും? ശമൂവേൽ പറഞ്ഞു, പ്രാർത്ഥിക്കാം, യാഗം കഴിക്കണം. ദൈവത്തിന്റെ ശബ്ദം അവരെ തളർത്തും. പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം നമ്മൾക്കെതിരെ വരുന്ന ശത്രുക്കളുടെ സംഹാരത്തിന് മതിയായതാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ സാമീപ്യം മതി എന്നുള്ളത് നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ അധ്വാനിച്ച്, ഞങ്ങൾ തന്നെ പരിശ്രമിച്ച്, ഞങ്ങൾ തന്നെ വഴികൾ കണ്ടെത്തി, ഞങ്ങൾ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ എവിടെയാണ് ദൈവത്തിന് സ്ഥാനം നൽകിയിരിക്കുന്നത്? ക്രിസ്മസിന്റെ നാളിൽ നമ്മൾ പറഞ്ഞു, ആട്ടിടയന്മാർക്ക് ദൈവം കാണുവാനായിട്ട്, ദൈവത്തിന്റെ ദൂതം പ്രത്യക്ഷപ്പെടുവാനായിട്ട് അവരുടെ അധ്വാനത്തിന്റെ ഭാരമാണ്. ഇന്ന് നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട്
സ്വാതന്ത്ര്യത്തോടുകൂടെ ഭാരമില്ലാതെ ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാക്കി. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കും. ഈ വിലപ്പെട്ട ഈ ദൈവമായി ഞങ്ങളുടെ അവസരത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതാ സ്തോത്രം ദൈവമേ. 2024 ദൈവമേ അവസാനത്തെ ഞായറാഴ്ച ആവുന്നല്ലോ കർത്താവേ. ഞങ്ങൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു വർഷത്തിലെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ ഓട്ടമാവുന്നല്ലോ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ ഞങ്ങളെ ദൈവമയോട് കർത്താവേ ഒരു അവലോകനം ചെയ്യുന്ന ദൈവമേ വേളയാണ് കർത്താവേ. സ്തോത്രം ദൈവമേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമേ ആ ബേത്ലഹേമിലേക്ക് ദൈവമേ പുൽത്തൊഴുത്തിൽ പിറന്ന ആ ഉണ്ണിയേശുവിൻ്റെ ഒരു ജനന പെരുന്നാൾ കൂടെ കർത്താവെ ഞങ്ങൾ കൊണ്ടാടിയിരിക്കുകയാണ് കർത്താവെ. സ്തോത്രം. ഈ സമയത്ത് ദൈവമേ ആ പുൽത്തൊട്ടിയിൽ പിറന്ന ഉണ്ണി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ദൈവമേ പിറന്നിട്ടുണ്ടോ എന്ന് കർത്താവെ നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യും കർത്താവെ. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതാണ്. സ്തോത്രം ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ കുറ്റങ്ങൾ കുറവുകളൊക്കെ ദൈവമേ ആ കാൽവറിയിൽ കർത്താവെ 2 യോഹന്നാനിൽ പറയുന്നു കർത്താവെ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നു കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെ പരിഹാരമാണ് എൻ്റെ പേര് കർത്താവെ. ആ കാൽവറിയിൽ ആ രക്തം ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി ആവുന്നുള്ള ആ പാപബോധത്തോടെ നമുക്ക് ദൈവമേ പുതിയ വർഷത്തിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് കാഴ്ചയോടെ എടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി കുറവുകളുണ്ട് കർത്താവെ.